1.5 കോടി രൂപയുടെ ആദ്യ സിനിമയിൽ നിന്ന് 25 കോടിയിലധികം വരുന്ന രണ്ടാമത്തെ സിനിമയിലേക്ക് പെട്ടെന്ന് എത്താനായി എന്നുള്ളതൊരു മഹാഭാഗ്യമായി ഞാൻ കരുതുന്നു. ഇന്ത്യൻ സിനിമയിലെ 2 ലെജൻസ് ചേർന്നത് പ്രൊഡ്യൂസ് ചെയ്യുന്നു. സൂപ്പർ ഗുഡ് ഫിലിംസ് RB ചൗധരി സാർ ഇവിടെ എത്തിയിട്ടില്ല. മറ്റൊരാൾ റാഫിക്കയാണ്. 18ാമത്തെ സിനിമയാണ്. ഒരുപാട് ഹിറ്റുകൾ കൊടുത്ത ആളാണ്. ഒരുപാട് പണം കയ്യിലിരുന്നിട്ട് സിനിമ ചെയ്യുന്നതിനപ്പുറത്തേക്ക് തിരക്കഥ വായിക്കുകയും അതിൽ അഭിപ്രായം പറയാനാകുകയും ചെയ്യുന്ന ഒരു പ്രൊഡ്യൂസർ വരിക എന്നുള്ളത് വലിയ ഭാഗ്യം. മറ്റൊന്ന്, അതേപോലെ തന്നെ അങ്ങനെ ഒന്ന് എഴുതിയെടുക്കാനാകുക എന്ന് പറയുന്നത് മറ്റൊരു കാര്യം. നന്നായി കഥയും തിരക്കഥയും എഴുതുന്ന ഒരു പ്രൊഡ്യൂസർ എന്നുള്ള നിലയിലാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. അപ്പോൾ താങ്ക് യു റാഫിക്ക ഫോർ ദ സപ്പോർട്ട്. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല. 7-ാം തീയതി തങ്കമണി തിയേറ്ററിൽ വരികയാണ്. എല്ലാവരും കുടുംബമായി വന്ന് കാണണം. ജോൺ വിജയ് സാർ പറഞ്ഞതുപോലെ ഈ നമ്മുടെ ബന്ധങ്ങളുടെ ആഴമളക്കുന്ന ഒരു സിനിമയായിരിക്കും തങ്കമണി. നമുക്ക് ആരോടൊക്കെ ഏതൊക്കെ തരത്തിലുള്ള ബന്ധങ്ങളുണ്ടോ ആ ബന്ധങ്ങളുടെ എല്ലാം ആഴമളക്കുന്ന സിനിമ. നമ്മുടെ സൗഹൃദത്തിലുള്ള ആഴം, നമ്മുടെ കുടുംബ ബന്ധങ്ങളിലുള്ള ആഴം, നമ്മുടെ പ്രണയത്തിലുള്ള ഭാര്യ-ഭർത്തൃ ബന്ധത്തിലുള്ള ആഴം അളക്കുന്ന ഒരു സിനിമയായിരിക്കും. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഈ പറഞ്ഞ ഒരുപാട് ചോദ്യങ്ങളുണ്ടാവും, അതൊക്കെ നമുക്ക് പിന്നീട് ചോദിക്കാം. ഒരുപാട് പേർ ഇനിയും സംസാരിക്കാനുണ്ട്. ദിലീപേട്ടന് വേണ്ടിയാണ് ഈ ക്രൗഡ് വെയിറ്റ് ചെയ്യുന്നത് എനിക്കറിയാം. വൺസ് അഗൈൻ 7-ാം തീയതി വരിക, കുടുംബമായി വരിക, കാണുക. താങ്ക് യു സർ.